ഹായ്, എല്ലാവർക്കും കിച്ചൺ നസിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ജ്യൂസാണ് കേട്ടോ. ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ ഈ ജ്യൂസ് തയ്യാറാക്കുന്നത്. അതിന് 4 ചെറുപഴമാണ് ആവശ്യമായിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ചെറുപഴം ജ്യൂസ് അടിക്കുന്നതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞെടുത്ത ചെറുപഴം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ തേങ്ങാപ്പാൽ കൂടി അതിലേക്ക് ചേർക്കാം. 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്തത്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഹോർലിക്സ് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യമായ മധുരവും ചേർത്ത് നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ജ്യൂസ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം ജ്യൂസാണ് ആവശ്യമായിട്ടുള്ളത് അതിന് നമുക്ക് വെള്ളമോ പാലോ എന്തെങ്കിലുമൊക്കെ ചേർക്കട്ടോ. കാര്യമായിട്ട് ഇതിൽ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് ദാഹത്തിനൊക്കെ കുടിക്കാനാണെങ്കിൽ കുറച്ച് ലൂസിൽ കുടിക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ടൈഗറിൻ്റെ ബദാം മിക്സാണ് കേട്ടോ ചേർക്കുന്നത്. അതൊരു 2 തുള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് കസ്കസാണ് കേട്ടോ. 1 ടീസ്പൂൺ കസ്കസ് നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസ് നമുക്ക് ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ നമുക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് തണുപ്പ് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നല്ലതുപോലെ ജ്യൂസ് നന്നാക്കി എല്ലാ മിക്സും ചേർത്ത് നന്നാക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബദാമിൻ്റെ മിക്സും അതുപോലെ തന്നെ കസ്കസും ഹോർലിക്സ് പൊടിയും എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നല്ല ശരീരത്തിനൊക്കെ നല്ല തണുപ്പും ഉന്മേഷവും ഒക്കെ കിട്ടും ഈ ജ്യൂസ് ഒന്ന് കുടിച്ചാൽ. അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നീട് നമ്മൾ ഉണ്ടാക്കാൻ നോക്കും. നമ്മൾ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക എപ്പോഴും ഒരുപോലത്തെ ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഒരു മാറ്റി പിടിച്ച് ഇങ്ങനെയൊക്കെ ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. നന്ദി.